നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി എന്ന് പറയാം കേട്ടോ. നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നേരത്തെ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തുണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതല്ലേ. കാരണം രാവിലെ ആകുമ്പം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതിൻ്റെ കൂടെ ലഞ്ച് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത്രയും സുഖമായിരിക്കും. മിക്കവാറും ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ 8:30 ആകുമ്പോഴത്തേക്കൊക്കെ ക്ലാസ് തുടങ്ങും. അപ്പം സ്കൂൾ ബസ്സൊക്കെ വരികയെന്ന് പറയുമ്പോൾ നേരത്തെ ആയിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വരണമല്ലോ. അപ്പം നമ്മൾ എപ്പോഴും നോക്കുന്നത് വെച്ചാൽ ഈസി ആയിട്ട്, അതായത് കുറഞ്ഞ സമയം കൊണ്ട് എത്ര ടേസ്റ്റ് ആയിട്ട്, അത് പിള്ളേർ കഴിക്കണമല്ലോ. പിള്ളേർക്ക് നമ്മൾ എന്താ പറയുക, അങ്ങനെ ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല. അവർക്ക് നല്ല ടേസ്റ്റ് തന്നെ കിട്ടുകയും വേണം. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ കുറച്ച് റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കിഡ്സ് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇന്നും നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു റൈസാണ്. റൈസ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ റൈസാണ്. അപ്പം നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പം തന്നെ ഞാൻ ശരിക്കും സമയം നോക്കിയപ്പോൾ ഒരു 15 to 20 മിനിറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ സംഭവങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ച് നമുക്ക് റൈസ് റെഡിയായി കിട്ടും. അപ്പം അത്ര സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു സാലഡ് പോലെ എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഒന്ന് റിച്ച് ആക്കുകയും ചെയ്യാം. നമുക്കും അതുപോലെ തന്നെ ഇപ്പം പെട്ടെന്ന് എളുപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഒരു തക്കാളി സാറെന്ന് പറയാം ടൊമാറ്റോ റൈസ്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് കുക്കറിൽ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പോയി കണ്ടുവരാം. ആദ്യമായിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ 4 മീഡിയം സൈസ് ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ ചെറിയൊരു സവാള എടുത്തു, അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5 അല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇത് ചെറുതായിട്ട് ഇഞ്ചി കാണുന്നില്ലേ, ഒരു ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ചെറിയൊരു 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇങ്ങനെ നെടുക കീറിയതാണ്. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഏത് ജീരകമാണെന്ന് എപ്പോഴും. അപ്പോൾ ഇത് ചെറിയ ജീരകമാണ്, നമ്മൾ കറിക്കൊക്കെ വറുത്തിടുന്ന ജീരകം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി എടുക്കുക. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് പാകത്തിന്. പിന്നെ നമ്മളിത് നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആകുമ്പോൾ പിന്നെ നെയ്യ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ മുഴുവനായിട്ട് നെയ്യിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലും, അതുപോലെ സൺഫ്ലവറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് വലിയ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തതാണ് നല്ലത്. എന്തായാലും ഞാനിപ്പോൾ ഇത് നെയ്യിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ റൈസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 1.5 കപ്പ് റൈസ് ചൂടുവെള്ളത്തിലൊരു 5 മുതൽ 8 മിനിറ്റ് വരെ കുതിർത്ത് വെച്ചു. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം എടുത്തിരിക്കുന്നത് 2.25 കപ്പ് വെള്ളമാണ്. എല്ലാവരും ചോദിക്കുന്നതാണ് ചൂടാക്കിയ വെള്ളമാണോ എന്നൊന്നും. ഇത് ചൂടാക്കിയ വെള്ളമല്ല, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് കേട്ടോ. സാധാരണ വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ട സംഭവങ്ങൾ. അപ്പം നമ്മളിത് കുക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കർ എടുത്ത് ചൂടാക്കിയതിന് ശേഷം ഞാൻ നെയ്യ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ജീരകമാണ്. അപ്പം ജീരകം ഇതിലിട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങണം, അത് ഒന്ന് മൂത്ത് വരണം. അപ്പം ജീരകം മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതിൽ നിന്ന് ഒന്ന് വാടി വരുമ്പം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയ ഉടനെ തന്നെ നമ്മൾ ഇതിലോട്ട് തക്കാളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഒരുപാടൊന്നും വഴറ്റണം, നമ്മൾ കുക്കറിൽ ചെയ്തെടുക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർക്കാം.
ഏതാണ്ടൊരു പാകത്തിന് ചേർത്താൽ മതി. പിന്നെ നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് നോക്കിയിട്ട് കൂടുതൽ ചേർക്കാം കേട്ടോ. വേണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ ഇതിലോട്ട് പൊടികളെല്ലാം ചേർക്കുകയാണ്. മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും. എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. എന്നിട്ടൊന്ന് വാട്ടി കൊടുക്കണം. ഒന്ന് ഈ ഒരു തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പോലെ തക്കാളിയിലെ വെള്ളം ഒന്ന് വറ്റണം. ഇതിപ്പോ ഏതാണ്ട് ഒന്ന് വാടി വന്നു. ആ ഒരു വെള്ളം വറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു തുടങ്ങിയാൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുക്കുമ്പം ഇത് ഞാനിപ്പം സിമ്മിൽ വെക്കാൻ പോവാണ്. ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് വന്നാൽ മതി. ഒരുപാട് വറുത്തെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 8 മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഫ്ലെയിം കൂട്ടി വെക്കാം. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ജസ്റ്റ് മിക്സ് ചെയ്ത് ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ നോക്കൂല, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് നോക്കുന്ന പോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയാൽ മതി. കുറവാണ്, അപ്പം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വെള്ളത്തിൽ കൂടുതലായിട്ട് നിൽക്കണം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഒന്നുമില്ല, ഇതിങ്ങനെ തിള വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഇതിലൂടെ ആവി വരുമല്ലോ, ആവി വരുന്ന സമയത്ത് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാറാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിലും കൂടി വന്നാൽ മതി. അഥവാ വിസിൽ വന്നില്ലെങ്കിൽ ഒരു 8 മിനിറ്റ്, അതിൽ കൂടുതൽ എടുക്കണ്ട. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. പിന്നെ ആവി പോയതിന് ശേഷം റെഡി ആവാറുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അവസാനം. കാരണം റൈസിനൊക്കെ അനുസരിച്ചിട്ട് കുറച്ചൊരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ആവി വന്നിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ഇടുകയാണ് ഇതിൽ. ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ, അതാണ് നമ്മൾ കണക്ക്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്, മീഡിയത്തിൽ വെച്ചു. ഇനി അടുത്ത വിസിലും കൂടി വരട്ടെ. ഇപ്പം 2 വിസിലും വന്നു. ഇനിയിപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയപ്പം 7 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ അത്രേ എടുത്തിട്ടുള്ളൂ. 7 മിനിറ്റ് കൊണ്ട് നമുക്ക് 2 വിസിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആവി മൊത്തം പോയി കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇപ്പം ഇതിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാൻ പോവാണ്. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവൊക്കെ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് വേവാണ് കേട്ടോ. കണ്ടില്ലേ? ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഒരു കിഡിലൻ ടൊമാറ്റോ റൈസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അപ്പം എന്താ, രാവിലെ തന്നെ ഇതങ്ങ് കുക്കറിലിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ മതി, അവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.